പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ അത്ഭുതകരമായ ഒരു പ്രാർത്ഥന നമ്മൾക്ക് പഠിക്കാം. ഈ പ്രാർത്ഥന വലിയ മഹാന്മാര് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന എല്ലാ ദിവസവും അസർ നിസ്കാരത്തിന്റെ ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും, ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകും, രോഗങ്ങളിൽ നിന്ന് അള്ളാഹു കാവൽ നൽകുകയാണ്, മരണസമയത്ത് അള്ളാഹു രക്ഷ നൽകുകയാണ്, മരണശേഷവും അള്ളാഹു മഗ്ഫിറത്ത് നൽകുകയാണ്, മരിക്കുന്നതിന്റെ മുമ്പ് തൗബ ചെയ്ത് മരിക്കാൻ അള്ളാഹു നമ്മൾക്ക് ഭാഗ്യം നൽകുകയാണ്, നമ്മളെ ഭക്ഷണത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകുകയാണ്. ഏതാണ് ആ അത്ഭുതകരമായ പ്രാർത്ഥന എന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം. ആ പ്രാർത്ഥനയുടെ അർത്ഥവും നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മുറാദുകളൊക്കെ ഹാസിലാക്കി തരട്ടെ, നമ്മളുടെ വിഷമങ്ങളൊക്കെ അകറ്റിത്തരട്ടെ. ധാരാളം ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ഈ ക്ലാസ്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനായ അല്ലാഹ് എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ, എല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ലാഹ്, സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ലാഹ്. എല്ലാവർക്കും റാഹത്തല്ലേ? ഇന്ന് എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം ഹംദ് പറയൂ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഹംദ് പറഞ്ഞവരൊക്കെ അതൊന്ന് കമന്റിൽ ജസ്റ്റ് എഴുതി വിടണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ആരൊക്കെയാണ് ഹംദ് പറഞ്ഞത് എന്ന് ഉസ്താദിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എൻ്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് അത്ഭുതകരമായ ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന വലിയ ആരിഫീങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന അസർ നിസ്കാരത്തിന്റെ ശേഷം എല്ലാ ദിവസവും നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും, ഒരു സംശയം വേണ്ട. ഭക്ഷണത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകുകയാണ്, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും, രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്ത് മരിക്കാം, മരണശേഷം അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് നമ്മൾക്ക് ലഭിക്കുകയാണ്, മരണസമയത്ത് വേദന ലഘുവാവുകയാണ്. ഏതാണ് അത്ഭുതകരമായ പ്രാർത്ഥന എന്ന് നമ്മൾക്ക് പഠിക്കാം, അതിന്റെ അർത്ഥവും പഠിക്കാം. അസർ നിസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ്. ഒരു മുസ്ലിമായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ നിർബന്ധമായും നിസ്കരിക്കേണ്ട നിസ്കാരങ്ങൾ പെട്ടതാണ് 5 വക്ത് ഫർള് നിസ്കാരം. 5 വക്ത് ഫർള് നിസ്കാരങ്ങൾ എല്ലാ ദിവസവും നിർബന്ധമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള ഒരു നിസ്കാരമാണ് അസർ നിസ്കാരം എന്ന് പറയുന്നത്. പല ആളുകളും അസർ നിസ്കാരം ലാഘവത്തോടുകൂടെ ഖളാ ആക്കാറുണ്ട്. അത് അസറല്ലേ എന്ന് ചോദിക്കാറുണ്ട്. സുബിയൊന്നും അല്ലല്ലോ, മഗ്രിബിയൊന്നും അല്ലല്ലോ, അത് അസറല്ലേ, അത് ചായന്റെ സമയല്ലേ എന്ന് പറഞ്ഞ് അസർ നിസ്കാരം പലരും ഒഴിവാക്കാറുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് കേട്ടോ, വമല്ലം യുസല്ലി സ്വലാത്തൽ അസ്രി, ഒരാള് അസർ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ലം യകുൻ ഫീ അഅ്ലാഹിഹി ഖുവ്വ, അവന്റെ ശരീരത്തിലെ അവയവങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവുകയില്ല, പെട്ടെന്ന് ആരോഗ്യം നശിച്ചു പോവുകയാണ്, ഒന്നിനും കഴിയൂല, കുറച്ചു കഴിഞ്ഞാൽ ജോലിക്ക് പോകാനും കഴിയൂല, ഒന്നിനും കഴിയാത്ത ഒരു അവസ്ഥ വരും. അതുകൊണ്ട് അസർ നിസ്കാരം ഒഴിവാക്കരുത് പ്രിയമുള്ളവരെ. മറ്റൊരു ഹദീസിലൂടെ മുത്തുനബി പറഞ്ഞു, വമൻ തറക സ്വലാത്തൽ അസ്രി, ഒരാള് അസർ നിസ്കാരം ഒഴിവാക്കിയാൽ തബറ മിൻഹുൽ മലായിക, മലക്കുകൾ വരെ അവനിൽ നിന്ന് ഒഴിവായി പോവുകയാണ്. മഹ്ഫൂദികളായ മലായികത്തിങ്ങളെ കാവലുണ്ടാകൂല. 27 രാവ് ബറാഅത്തിന്റെ രാവ് മഹത്വമുള്ള രാത്രികളിലൊന്നും മലക്കുകൾ നമ്മളെ വീട്ടിലേക്ക് വരൂല, നമ്മളെ മൈൻഡ് ചെയ്യുകയില്ല. ഹാഫിളു അല സ്വലാത്തിൽ വുസ്താ, നിങ്ങൾ അസർ നിസ്കാരം സൂക്ഷിച്ചോളീം എന്ന് അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. അത്രയും ഗൗരവമുള്ള നിസ്കാരമാണ് പ്രിയമുള്ളവരെ അസർ നിസ്കാരം. അത് അസറല്ലേ അസറല്ലേ എന്ന് ചോദിച്ചിട്ട് അത് ഒഴിവാക്കാൻ നിൽക്കണ്ട, അത് നിർബന്ധമാണെന്ന്. 5 വക്ത് ഫർള് നിസ്കാരല്ലേ, അത് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ പെട്ടതാണ്. ഇസ്ലാം കാര്യമാണ് 5 വക്ത് ഫർള് നിസ്കാരം. സുബഹിയുണ്ട്, ളുഹറുണ്ട്, അസറുണ്ട്, മഗ്രിബുണ്ട്, ഇശാ ഉണ്ട്. ഇത് മുഴുവനും നിർബന്ധമാണ്. ചില ആളുകൾ സുബഹി മാത്രം നിസ്കരിക്കും, പറ്റൂല. ളുഹർ മാത്രം നിസ്കരിക്കുക, പറ്റൂല. മഗ്രിബി മാത്രം പറ്റൂല, ഇശ മാത്രം പറ്റൂല. അതുപോലെ തന്നെയാണ് അസറും ഒഴിവാക്കാൻ പറ്റാത്ത നിസ്കാരം.
അള്ളാഹു കൃത്യമായി നിസ്കരിക്കാനുള്ള മനസ്സ് നമ്മൾക്കും നമ്മളെ മക്കൾ കുടുംബങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. ഇനി അസർ നിസ്കാരത്തിന്റെ ശേഷം സലാം വീട്ടി കഴിഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ് 3 പ്രാവശ്യം പറഞ്ഞു, ചെല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലി സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഒക്കെ പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് 10 പ്രാവശ്യം പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്യേണ്ട ഒരു പ്രാർത്ഥന എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക സലാമത്തൻ ഫിദ്ദീനി വആഫിയതൻ ഫിൽ ജസദി വസിയാദതൻ ഫിൽ ഇൽമി വബറകതൻ ഫിൽ റിസ്ഖി വസിഹ്ഹതൻ ഫിൽ ജിസ്മി ഇലാഹനാ തൗബതൻ ഖബ്ലൽ മൗത്ത് വറാഹതൻ ഇൻദൽ മൗത്ത് വമഗ്ഫിറതൻ ബഅദൽ മൗത്ത് യാ സാമിയാ കുല്ലി സൗത്തിൻ ഹവ്വിൻ അലൈനാ സകറാത്തിൽ മൗത്ത് അല്ലാഹുമ്മ അർഹം അലൈനാ ബിൽ ഈമാനി ഇൻദൽ മൗത്ത്. ഇതിന്റെ അർത്ഥം നമ്മൾ പഠിക്കുമ്പോഴാണ് ഈ പ്രാർത്ഥനയുടെ പ്രസക്തി നമ്മൾക്ക് മനസ്സിലാകുക. ഞാൻ ഒന്നുകൂടെ അറബിയിൽ ചൊല്ലിത്തരാം, അതിനുശേഷം ഇതിന്റെ അർത്ഥം പറഞ്ഞുതരാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക സലാമത്തൻ ഫിദ്ദീനി വആഫിയതൻ ഫിൽ ജസദി വസിയാദതൻ ഫിൽ ഇൽമി വബറകതൻ ഫിൽ റിസ്ഖി വസിഹ്ഹതൻ ഫിൽ ജിസ്മി ഇലാഹനാ തൗബതൻ ഖബ്ലൽ മൗത്ത് വറാഹതൻ ഇൻദൽ മൗത്ത് വമഗ്ഫിറതൻ ബഅദൽ മൗത്ത് യാ സാമിയാ കുല്ലി സൗത്തിൻ ഹവ്വിൻ അലൈനാ സകറാത്തിൽ മൗത്ത് അല്ലാഹുമ്മ അർഹം അലൈനാ ബിൽ ഈമാനി ഇൻദൽ മൗത്ത്. ഇതെല്ലാ ദിവസവും അസർ നിസ്കാരത്തിന്റെ ശേഷം ദുആ ചെയ്യണം. ഇത് നമ്മളെ സബീനിയിലുണ്ട്. 5 വക്ത് ഫർള് നിസ്കാരങ്ങളുടെ പ്രാർത്ഥന നോക്കിയാൽ അതിൽ കാണാവുന്നതാണ്. അർത്ഥം അതിൽ ഉണ്ടാകൂല. അർത്ഥം നോക്കിക്കോളൂ. അല്ലാഹുമ്മ ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ റബ്ബേ, ഇന്നി അസ്അലുക ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, സലാമത്തൻ ഫിദ്ദീനി ദീനിൽ ഈ ഇസ്ലാമിൽ ജീവിക്കുമ്പോ ഞങ്ങൾക്ക് സംരക്ഷണം വേണം റബ്ബേ, വആഫിയത്തൻ ബിൽ ജസദി ഞങ്ങളെ ശരീരത്തിന് ആരോഗ്യം വേണം റബ്ബേ, ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ വേണം റഹ്മാനെ, മാനസികമായ പരിഗണന ഞങ്ങൾക്ക് വേണം അല്ലാ, മാനസികമായ പ്രയാസങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഇതാണ് അതിന്റെ അർത്ഥം. വആഫിയത്തൻ ബിൽ ജസദി എന്ന് പറഞ്ഞാൽ വസിയാദത്തൻ ഫിൽ ഇൽമി ഞങ്ങളുടെ അറിവിൽ വർദ്ധനവ് നൽകണേ അല്ലാ, ധാരാളം അറിവ് നൽകണേ റഹ്മാനെ, അറിവ് പഠിക്കാനുള്ള അവസരങ്ങൾ നൽകണേ റഹ്മാനെ. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ ക്ലാസ്. വബറകതൻ ഫിൽ റിസ്ഖി ഞങ്ങളെ ഭക്ഷണത്തിൽ ജീവിത മാർഗത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ, ജോലിയിലും കുടുംബത്തിലും ഭക്ഷണത്തിലും സമ്പത്തിലൊക്കെ ബറക്കത്ത് നൽകണേ അല്ലാ. വസിഹ്ഹതൻ ബിൽ ജിസ്മി ഞങ്ങളെ ശരീരത്തിന് ആരോഗ്യം നൽകണേ അല്ലാ, രോഗങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇലാഹനാ തൗബതൻ ഖബ്ലൽ മൗത്ത് അല്ലാഹുവേ മരിക്കുന്നതിന്റെ മുമ്പ് തൗബ ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ. വറാഹത്തൻ ഇൻദൽ മൗത്ത് മരണസമയത്ത് ഞങ്ങൾക്ക് റാഹത്ത് നൽകണേ, സമാധാനം നൽകണേ അല്ലാ. വമഗ്ഫിറതൻ ബഅദൽ മൗത്ത് മരണശേഷം ഞങ്ങൾക്ക് നിന്റെ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ റബ്ബേ. യാ സാമിയാ കുല്ലി സൗത്ത് എല്ലാ ശബ്ദങ്ങളെയും കേൾക്കുന്ന റബ്ബേ, ഹവ്വിൻ അലൈനാ സകറാത്തിൽ മൗത്ത് മരണവേദന ഞങ്ങൾക്ക് ലഘൂകരിക്കണേ റബ്ബേ. അത് വല്ലാത്തൊരു വേദനയാണ്, അത് ഞങ്ങൾക്ക് ലഘൂകരിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ അർഹം അലൈനാ ബിൽ ഈമാനി ഇൻദൽ മൗത്ത് മരണസമയത്ത് ഞങ്ങൾക്ക് റഹ്മത്ത് കരുണ ചെയ്യണേ അല്ലാ. ഈ പ്രാർത്ഥന നമ്മൾ എഴുതിയെടുക്കണം, സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് കാണാതെ പഠിക്കണേ. എന്നിട്ട് എല്ലാ ദിവസവും അസർ നിസ്കാരത്തിന് ശേഷം ഈ പ്രാർത്ഥന ഉപയോഗപ്പെടുത്തുക. വെള്ളിയാഴ്ച ളുഹ്ർ നിസ്കാരത്തിന്റെ ശേഷവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. ജുമുഅ നിസ്കാരത്തിന്റെ ശേഷം പുരുഷന്മാർ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. കാരണം എന്താ, നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പുറത്തിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ സാനി റളിയല്ലാഹു തആല അൻഹു നിർമ്മിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ, സന്തോഷം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ, ഈമാനും തഖ്വയും നൽകട്ടെ. ഈ സന്ദേശം നിങ്ങളുടെ കുടുംബക്കാരിലേക്ക്, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. നിങ്ങൾ കാരണം അവർ ഈ പ്രാർത്ഥന പഠിച്ച് ദുആ ചെയ്താൽ അതിന്റെ ഒരു വിഹിതം അള്ളാഹു നിങ്ങൾക്കും നൽകും. അതുകൊണ്ട് നിങ്ങൾ മാത്രം കേൾക്കാതെ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.